ഈ ഫാസിസം, അർദ്ധഫാസിസം അല്ലെങ്കിൽ ഫാസിസ്റ്റ്, അർദ്ധഫാസിസ്റ്റ് ഇത്തരം പ്രയോഗങ്ങൾ പൊതുവിൽ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പ്രസംഗത്തിലും എഴുത്തിലും ഒക്കെ സ്വീകരിച്ചു വരുന്നൊരു ശൈലിയാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി ആ പ്രശ്നത്തിനെ സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കാനായി ഇപ്പോൾ തയ്യാറാവുന്നു. നേരത്തെ ഉണ്ടായ നിലപാടിൽ നിന്ന് നിലപാട് മാറ്റം എന്നുള്ളതാണല്ലോ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രം പറയുമ്പോഴും അതിൽ പറയുന്നത് എന്താണ്? രഹസ്യരേഖ തയ്യാറാക്കി സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതല്ലേ പറയുന്നത്. പക്ഷേ അതിനൊന്നും ഒരു വാസ്തവമില്ല മാധു. എന്താണെന്നറിയാമോ? ജോസഫ് സി മാത്യു ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ചിന്തവാരികയാണല്ലോ. ചിന്തവാരികയുടെ ഈ ലക്കം, ഫെബ്രുവരി 21 ലക്കം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായും ഇതാണ് കരട് രാഷ്ട്രീയ പ്രമേയം എന്നതാണ് ഈ ലക്കത്തിൻ്റെ കവർ സ്റ്റോറി തന്നെ. അത് മുഴുവനും കരട് രാഷ്ട്രീയ പ്രമേയമാണ്. ഇത് കരട് രാഷ്ട്രീയ പ്രമേയം എല്ലാം കഴിഞ്ഞിട്ട് 50 പേജാണ്, 54 പേജ് മൊത്തമുള്ളത്. ഇതിൽ അവസാനം 48-ാം പേജിലാണ് പറയുന്നത് നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് CPIM പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയുടേതാണ് ഈ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ. അതിന് മലയാള പരിഭാഷയാണ് ചിന്തയെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം തയ്യാറാക്കിയതാണല്ലോ ഈ PBയുടെ കുറിപ്പെന്ന് പറയുന്നത്. ഈ നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് എന്നേ പറയുന്നുള്ളൂ. ആ കുറിപ്പാണ് ഇത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്ത് വേണം? ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഫാസിസ്റ്റാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എന്നാൽ ജയചന്ദ്രൻ, ജഡ്ജ്മെന്റ് ഇപ്പൊ വേണോ എന്ന ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു പുതിയ നിലപാട് സ്വീകരിക്കുകയാണ്. പുതിയ നിലപാടല്ല. 22ാമത്തെ പാർട്ടി കോൺഗ്രസിലും 23ാമത്തെ പാർട്ടി കോൺഗ്രസിലും നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യം ഇതൊരു എമർജിംഗ് ഫാസിസ്റ്റിക് ട്രെൻഡ്സ് എന്ന നിലയ്ക്കും, രണ്ടാമത്തേത് മോദി ഗവൺമെന്റ് ഈസ് ക്യാരിയിങ് ഔട്ട് ദ ഫാസിസ്റ്റ് അജണ്ട ഓഫ് RSS എന്നും കൃത്യമായി ആ കാലാനുഗതമായി വിശദീകരിച്ചു വെച്ചിട്ടുണ്ട് പാർട്ടി. അവിടെ നിന്ന് 24ാമത്തെ പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്ന സമയത്ത് ഏതൊക്കെയോ ചില പ്രവണതകൾ ഉണ്ടായേക്കുമോ എന്ന ഭീതി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ശരിയെന്നേ. ഇപ്പൊ CPM ആണല്ലോ ഇത് പറഞ്ഞത്. CPM ആണല്ലോ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന് പറഞ്ഞത്. CPM ആണല്ലോ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് പ്രവണതകൾ വെച്ച് പുലർത്തുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ CPM പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് CPM പിന്നോട്ട് പോകുന്നു എന്നതങ്ങ് പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾക്ക് ഇത്ര ധൃതി എന്തിനാണ് മാധു? ഇത് ഒരു പാർട്ടി കോൺഗ്രസിന് വേണ്ടി തയ്യാറാക്കി ആ പാർട്ടി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ള ഒരു രേഖയാണല്ലോ. അത് കരട് രാഷ്ട്രീയ പ്രമേയം വെച്ചിട്ടുണ്ട്, പോളിറ്റ് ബ്യൂറോയുടെ കുറിപ്പും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം മാധുവിനും സമർപ്പിക്കാം, എനിക്കും സമർപ്പിക്കാം, ആർക്കും സമർപ്പിക്കാം. അതിനുള്ള അവസരം പാർട്ടി തരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ പറഞ്ഞു വരുന്നതിൽ ഈ മാർക്സിയൻ ടെർമിനോളജിയിൽ ഈ ഫാസിസ്റ്റ്, അർദ്ധഫാസിസ്റ്റ് എന്നൊക്കെയുള്ള സങ്കല്പനങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർക്കാവുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ നിയോ കൊളോണിയലിസം എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജി വന്നല്ലോ. അത് തുടങ്ങുന്നത് തന്നെ ഒരു 50കളുടെ ഒടുവിൽ 60കളുടെ പകുതിക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ CPIയുമായി ബന്ധപ്പെട്ട ആരും പൊതുവിൽ ആ നിയോ കൊളോണിയലിസം എന്ന പദം പോലും ഉപയോഗിക്കാൻ തയ്യാറായിരുന്നില്ല. പുത്തൻ കോളനിവൽക്കരണം എന്ന പദം പോലും ഉപയോഗിക്കാൻ തയ്യാറായിരുന്നില്ല. അത് ആഗോള സാമ്രാജ്യത്വം എന്നൊരു ടെർമിനോളജിയിൽ മാത്രം ഒതുക്കി നിർത്തുകയായിരുന്നു. പക്ഷേ ശീതയുദ്ധത്തിന് ശേഷം പുത്തൻ കോളനികൾ തന്നെ ഉണ്ടായി എന്നും നിയോ കൊളോണിയലിസം സംഭവിച്ചു എന്നും പിന്നീട് വിലയിരുത്തപ്പെടുകയും ചെയ്തു. CPM പിന്നെ അംഗീകരിക്കുന്നുണ്ട്. CPMൻ്റെ ഭാഷയിലും ഈ ടെർമിനോളജിയിലുമൊക്കെ അത് തന്നെയാണ് കടന്നു വരുന്നത് ഇപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് ഫാസിസം എന്നുള്ളത് ആദ്യം മാധു തന്നെ നിർവചനം പറഞ്ഞല്ലോ. അതിനേക്കാൾ കുറെ കൂടെ ആധുനികമായിട്ടുള്ള സങ്കല്പനങ്ങളാണ്. ഇപ്പോൾ ഞാൻ അതാണ് മുമ്പേ പറഞ്ഞു വന്നത്. കഴിഞ്ഞ മാസം ഞാൻ ആലപ്പുഴയിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ ഒരു നിയോ ഫാസിസ്റ്റ് ഭരണാധികാരി വന്നു. ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ. ഇപ്പം പുടിൻ്റെയും ട്രംപിൻ്റെയും ഒക്കെ ആ ഗണത്തിൽപ്പെടുത്തുന്ന ഒരു നിയോ ഫാസിസ്റ്റ് ചിന്താഗതികൾ നടപ്പിലാക്കാൻ തീവ്രമായി ശ്രമിക്കുന്ന ഭരണാധികാരിയായിട്ടാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രിയെ പൊതുവെ ലോകം കാണുന്നത്. അദ്ദേഹം ഈ ആലപ്പുഴയിലാണ് വന്നത്, ഭാര്യയായിട്ടാണ് വന്നത്. ഭാര്യ ഒരു ഹംഗറിയോട് ചോദിക്കുകയാണെങ്കിൽ അവരിത് സമ്മതിക്കില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തെ നിരന്തരം ഫാസിസ്റ്റ് എന്ന് വിളിച്ചിരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമാണ്.
അത് അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നാഷണലിസ്റ്റായി, നിങ്ങൾ BJP അനുകൂലിയായി, നിങ്ങൾ മോദിയെ വെളുപ്പിക്കുന്നു, പുട്ടിയടിക്കുന്നു, നിങ്ങൾ സംഘപരിവാറിന് ജോലി ചെയ്യുന്നു തുടങ്ങിയ ഒരുപാട് ക്യാപ്സുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ, അതങ്ങനെ തന്നെ എനിക്ക് ശീലമാണല്ലോ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതിനപ്പുറത്തേക്ക് രാജ്യത്ത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തെ നിരന്തരം ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു. 2 പാർട്ടി കോൺഗ്രസുകളിൽ അത് ശരിവെക്കുന്നു. 3ാമത്തെ തവണ അത് അങ്ങനെയല്ല, അത് ചില പ്രവണതകൾ കാണിച്ചേക്കുമോ എന്ന് ആശങ്കപ്പെടുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രകാലം വിളിച്ചതൊക്കെ മായ്ച്ചു കളയുമോ? ഇത്രകാലം വിളിച്ചത് കേട്ട് വിളിച്ചവർ അത് മായ്ച്ചു കളയുമോ? അപ്പൊ ഇത്രകാലം നിങ്ങളുടെ ക്രെഡിബിലിറ്റി എവിടെയെന്ന് ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ള ഒരു ആർജവമില്ലാത്ത അണികളാണോ ഈ പാർട്ടിക്കുള്ളത്? അല്ല, മാധു മുമ്പേ പറഞ്ഞല്ലോ ഇത്രയും വിശദമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതേ. പറ്റില്ല എന്നല്ല ഉള്ളതേ, നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. അത്ര ഒരു വിഷയം സാധാരണ നമ്മുടെ ജേർണലിസ്റ്റിക് എക്സ്പീരിയൻസ് പോലെ എടുത്തിട്ട് 1 മണിക്കൂർ കൊണ്ട് അങ്ങ് തല്ലിക്കൊഴിച്ച് പോകാൻ പറ്റുന്നൊരു സാധനമായിട്ട് കരുതരുത് ദയവായി. അങ്ങനെയാണെങ്കിൽ അതിനെ അങ്ങനെ കരുതിക്കോളൂ. ഞാനില്ല, അത്തരം ചർച്ചകൾക്ക് ഞാനില്ല. നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ ഡെപ്തിൽ കാണണം. അതങ്ങനെ ചർച്ച ചെയ്യേണ്ടിയും വരും. എന്താണ് പിന്നെ ക്ലാസിക്കൽ ഫാസിസം, എന്താണ് നിയോ ഫാസിസം, അങ്ങനെ തന്നെ പറഞ്ഞേ പോകാൻ കഴിയൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 1 മണിക്കൂറിൽ ഇതെല്ലാം ഇപ്പോൾ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണത്. അങ്ങനെ ചെയ്യാനും കഴിയില്ല. അപ്പോൾ അത് പക്ഷേ മാധുവിന് അതായിരിക്കും താല്പര്യം. എനിക്ക് ആ താല്പര്യമേ ഇല്ല. അത്രയും താല്പര്യം ഇല്ലാതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്താണ് പ്രശ്നം? അങ്ങ് പറഞ്ഞത് കൃത്യമാണ്. അതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അങ്ങ് ആദ്യമായിട്ടല്ല ഒരു ടെലിവിഷൻ ചർച്ചയിലിരിക്കുന്നത്. 1 മണിക്കൂർ ചർച്ചയാണെന്ന് അങ്ങേക്കും എനിക്കും അറിയാവുന്നതാണ്. 1 മണിക്കൂർ എടുത്ത് ഫാസിസത്തെ പറ്റി വിശദീകരിക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഗോവിന്ദമാഷ പാർട്ടി ക്ലാസ് ഒക്കെ കേട്ട് ശീലമുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്ത് സംസാരിക്കാം. പക്ഷെ ഒരൊറ്റ ആൾക്കേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാകും. അങ്ങേക്കും എനിക്കും ഈ പാനലുള്ള എല്ലാവർക്കും പ്രേക്ഷകർക്കും ഇതൊരു 1 മണിക്കൂർ ചർച്ചയാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയും അതിനനുസരിച്ച് അവതരിപ്പിക്കുകയും വേണമല്ലോ. അത് അങ്ങയുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അത് ആങ്കർ അപ്ഡേറ്റ് ചെയ്താൽ മതി. അക്കാര്യത്തിൽ സ്വയം അപ്ഡേറ്റഡ് ആയാൽ മതി. ഞങ്ങളെ വിട്ടേക്കുക, പാനലിസ്റ്റുകളെ വിട്ടേക്കുക. പിന്നെ താങ്കൾ ആങ്കർ എന്നുള്ള നിലയിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ കുറെ കൂടെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ കാണാൻ തീരുമാനിച്ചാൽ മാത്രം മതി. അതല്ലാതെ 1 മണിക്കൂർ എനിക്ക് ഞാൻ എത്ര സംക്ഷിപ്തമായ ഒരു വിഷയത്തെ അവതരിപ്പിക്കണം എന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ട്. അങ്ങനെ ധാരണയുള്ള ആളാണ്. ഇനി ഈ പറയുന്ന ക്ലാസിക് ഫാസിസം എന്താണെന്ന് അങ്ങ് ചോദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ണൂരിൽ നടന്നൊരു പാർട്ടി സമ്മേളനത്തിൽ RSSനെതിരെയും BJPക്കെതിരെയും വിമർശനം ഉന്നയിച്ച് RSSന്റെ പ്രത്യയശാസ്ത്രമാണ് BJP നയിക്കുന്നത് എന്നും നാസിസത്തെ, അത് ക്ലാസിക് ഫാസിസമാണല്ലോ അല്ലേ? അപ്പോൾ ഈ പാർട്ടി ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട്, ലൈക്ക് ഇൻ ഇറ്റലി അണ്ടർ മുസോളിനി ആൻഡ് ജർമ്മനി അണ്ടർ ഹിറ്റ്ലർ എന്ന്. ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ നാസിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ നിങ്ങൾ സ്വീകരിച്ചത് എന്നും പ്രധാനമന്ത്രിക്കും RSSനും BJPക്കുമെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ ഈ ചർച്ചയുടെ തുടർച്ചയിൽ അത് കേൾപ്പിക്കാൻ തയ്യാറുമാണ്. അപ്പോൾ ആ ക്ലാസിക് ഫാസിസം എന്ന് പറയുന്ന കാര്യത്തെ RSSമായി ഇതിനു മുൻപ് തുലനം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനോട് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ അല്ല, അതല്ല പ്രശ്നം, അതല്ല. നമ്മൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ പെട്ടെന്ന് നിർത്തിക്കോളാം പ്ലീസ്. സമയമുണ്ടോ? ഉറപ്പായും പറയും. അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പിന്നെ നമ്മളെല്ലാവരും കേൾക്കുകയും കുറേയൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണല്ലോ ഹോളോകോസ്റ്റിൽ ഏതാണ്ട് 110 ലക്ഷം ആൾക്കാർ മൊത്തം മരിച്ചിട്ടുണ്ട്. അതന്ന് സാധ്യമായിരുന്നു ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ആ ഘട്ടത്തിൽ. ഇന്ന് അത്തരത്തിൽ ആരെങ്കിലും ചിന്തിക്കുക പോലും ചെയ്യും ഏതെങ്കിലും ഭരണാധികാരി? അതിന് പകരം മറ്റ് പല തരത്തിലാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്. അതാണ് പിന്നെ അതൊരു ഒരു അനാർക്കിസ്റ്റാണ്. അപ്പോൾ തന്നെ അവിടെയുള്ള ഏകാധിപത്യ പ്രവണതകൾ മറ്റ് പലതിലുമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ഈ നിയോ ഫാസിസത്തിന് നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപാട് അനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഈ ഹോളോകാസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഗതി ഉണ്ടാകുന്നത് എന്ന് ഞാൻ ചോദിച്ചു എന്ന് വിമർശിക്കേണ്ടതില്ല. അതല്ല എൻ്റെ ചോദ്യവും. അത് അവിടുന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് പരിവർത്തനം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആ പരിവർത്തിത ഘട്ടത്തിലെ ഫാസിസമാണ് നിയോ ഫാസിസം എന്ന് CPIM വിവക്ഷിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവര് രേഖയായിട്ട് ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു. നിയോ ഫാസിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നില്ലെന്നേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി. ഈ പറയുന്ന the word characteristics means features and trends but they have not developed into a neo fascist government and political setup എന്ന് പറയുന്നുണ്ട്.
ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ കോർപ്പറേറ്റ് അതോറിറ്റേറിയനിസം ഗോയിങ് ടുവേർഡ്സ് നിയോ ഫാസിസം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പോയേക്കുമോ എന്നൊരാശങ്ക. അതുകൊണ്ടാണ് BJP RSSനെയും തടയിടണം എന്ന് ഈ പ്രമേയം മുന്നോട്ട് വെക്കുന്നത്, ഈ റെസൊല്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞു പോവുകയാണ്. നിയോ ഫാസിസം എന്നും പറയുന്നില്ല എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഇനി ഞാൻ മറ്റതിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുന്നു.